ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി മുരിങ്ങയ്ക്ക തക്കാളിക്കറിയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അതിനു മുന്നേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള 2 തക്കാളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 മുരിങ്ങക്ക തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി 2-3 പച്ചമുളകും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമുക്ക് കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ തക്കാളി, ചെറിയ ഉള്ളി, പച്ചമുളക്, മുരിങ്ങക്ക ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വളരെ കുറച്ച് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഉപ്പൊക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് റെഡിയാക്കാനായിട്ടുണ്ട്. അതിന് ഒരു 1/2 കപ്പോളം തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു 2-3 ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളിക്ക് പകരം വേണമെങ്കിൽ സവാളയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണിന് മേലെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ല രീതിയിലൊന്ന് പേസ്റ്റാക്കി നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ മുരിങ്ങക്ക ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. തക്കാളിയും മുരിങ്ങക്കൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പേസ്റ്റാക്കി അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക. ആ മിക്സിയുടെ ജാറൊന്ന് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് എത്രയാണ് ആവശ്യമുള്ളത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കൊന്ന് ഒരു 2 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളക്കുന്നതോടൊപ്പം തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ 2 മിനിറ്റ് നേരം ഒന്ന് ഞാനത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള വറവൊന്ന് റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് ഒരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ കടുക് ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ കടുകൊന്ന് പൊട്ടി വന്നാൽ ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഈ ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ. ശേഷം അതിലേക്ക് ഒരു വറ്റൽമുളകും കൂടെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് ഒക്കെ നോക്കിയിട്ട് ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ചേരുവയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്